എല്ലാവർക്കും റോംബസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും എപ്പോഴും കൺഫ്യൂഷൻ ഉള്ള ടോപ്പിക് ആണ് എമർജൻസി എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ സാധാരണയായിട്ട് കാണുന്നത് നാഷണൽ എമർജൻസിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ എത്ര തവണ ഇന്ത്യയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ആരാണ് പ്രഖ്യാപിച്ചത്, ഏത് വർഷമാണ്, പിൻവലിച്ചത് ആരാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് സാധാരണഗതിയിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുണ്ട്. പിന്നെ നാഷണൽ എമർജൻസിയുമായി ബന്ധപ്പെട്ട് മറ്റു കുറച്ച് ഫാക്ടുകൾ കൂടിയുണ്ട്. എങ്ങനെയാണ് ഇത് പ്രഖ്യാപിക്കുന്നത്, എന്തൊക്കെയാണ് ഇതിന്റെ പ്രൊസീജിയേഴ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ 3 ടൈപ്സ് ഓഫ് എമർജൻസി ഉണ്ടെന്ന് നമുക്കറിയാം. അതിൽ ഏറ്റവും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമ്മൾ കാണുന്നതാണ് നാഷണൽ എമർജൻസി. അപ്പോ ഇന്ന് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇനി എക്സാമില് നാഷണൽ എമർജൻസിയുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം വരികയാണെങ്കിൽ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ എന്താണ് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് ഈ ക്ലാസ് കഴിയുമ്പോൾ സാധിക്കും. നോക്കിയാലോ, നോക്കാം. The President of India is empowered to proclaim 3 types of emergencies to deal with an extraordinary situation. അപ്പൊ എന്താണ് എമർജൻസി അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഒരു എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ്. അത് പ്രഖ്യാപിക്കുന്നത് ആരാന്ന് ചോദിച്ചാലോ, അത് ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്, അല്ലെങ്കിൽ ആരാണ്, പ്രസിഡന്റ് ആണ് എമർജൻസി പ്രഖ്യാപിക്കുന്നത്. ക്ലിയർ ആണല്ലോ, പ്രസിഡന്റ് ആണ് എമർജൻസി പ്രഖ്യാപിക്കുന്നതും അതുപോലെ തന്നെ എമർജൻസി പിൻവലിക്കുന്നതും ആര് തന്നെയാണ്, പ്രസിഡന്റ് തന്നെയാണ്. ഏറ്റവും ബേസിക് ആയിട്ട് എമർജൻസിയെ കുറിച്ച് അറിഞ്ഞു വെക്കേണ്ട ഫാക്ട് ഇത് തന്നെയാണ്. പിന്നെ ഓർക്കുക, ഒരു എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷൻ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ 3 തരത്തിലുള്ള എമർജൻസീസ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാത്? നാഷണൽ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി, അല്ലെങ്കിൽ അതിനെ എന്തുകൂടെ വിളിക്കും, പ്രസിഡന്റ്സ് റൂൾ എന്ന് കൂടി പറയും, കൂടാതെ ഫിനാൻഷ്യൽ എമർജൻസി. അപ്പൊ നാഷണൽ എമർജൻസിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 352 352 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 352. സ്റ്റേറ്റ് എമർജൻസി ആണ് ആർട്ടിക്കിൾ 356. ഫിനാൻഷ്യൽ എമർജൻസി ആണ് ആർട്ടിക്കിൾ 360 എന്ന് പറയുന്നത്. ഇന്ത്യയില് ഇതുവരെയും പ്രഖ്യാപിക്കാത്ത അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ എമർജൻസിയാണ് ഫിനാൻഷ്യൽ എമർജൻസി എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്, നാഷണൽ എമർജൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ ആണല്ലോ, ഇത്രയും പറഞ്ഞത്. ആർട്ടിക്കിൾ 352 ആണ് നാഷണൽ എമർജൻസി, 356 ആണ് സ്റ്റേറ്റ് എമർജൻസി, 360 ആണ് ഇത് ഫിനാൻഷ്യൽ എമർജൻസി. അപ്പൊ നമുക്ക് നോക്കാം, നാഷണൽ എമർജൻസി എപ്പോഴാണ് പ്രഖ്യാപിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ കാരണങ്ങളായിട്ട് പറയാവുന്നത് എന്തൊക്കെയാണ്. വെറുതെ എന്താണ് എമർജൻസി ഒരു രാജ്യത്ത് പ്രഖ്യാപിക്കാൻ സാധിക്കില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് പ്രഖ്യാപിക്കുന്നത്, എമർജൻസി പ്രഖ്യാപിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് ആ 3 മെയിൻ റീസൺസ് എന്ന് നോക്കാം. ഒന്നാണ് വാർ, 2 എക്സ്റ്റേണൽ അഗ്രഷൻ, 3 ആംഡ് റിബല്യൻ. എന്തൊക്കെയാണ്? വാർ അല്ലെങ്കിൽ എന്താണ് യുദ്ധം എന്ന് പറയാം, എക്സ്റ്റേണൽ അഗ്രഷൻ അല്ലെങ്കിൽ എന്താണ് വിദേശ ആക്രമണം, അതുപോലെ എന്താണ് ആംഡ് റിബല്യൻ അഥവാ സായുധ വിപ്ലവം. ഈ 3 കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഇന്ത്യയില് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് ഇന്ത്യയിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള 3 റീസൺസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് ഈ 3 റീസൺസ് വ്യക്തമായിട്ട് അറിഞ്ഞു വെക്കുക. നെക്സ്റ്റ് നമുക്ക് ഇതിനെ തന്നെ ഒന്ന് കാറ്റഗറൈസ് ചെയ്യാം. ഇതില് വാർ അല്ലെങ്കിൽ എക്സ്റ്റേണൽ അഗ്രഷൻ മൂലമാണ് നമ്മുടെ നാട്ടിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെങ്കിൽ ആ എമർജൻസിയെ നമുക്ക് എങ്ങനെ വിളിക്കാം, എക്സ്റ്റേണൽ എമർജൻസി എന്ന് പറയും. എന്താ വിളിക്കാം, എക്സ്റ്റേണൽ എമർജൻസി. യുദ്ധമോ വിദേശ ആക്രമണമോ കാര്യമാണ്, അല്ലെങ്കിൽ അത് കാരണമാണ് നമ്മുടെ നാട്ടിൽ എമർജൻസി പ്രഖ്യാപിച്ചതെങ്കിൽ അതിനെ നമുക്ക് എക്സ്റ്റേണൽ എമർജൻസി എന്ന് വിളിക്കാം. ഇനി മറിച്ച് എമർജൻസി പ്രഖ്യാപിച്ചത് ആംഡ് റിബല്യൻ അഥവാ സായുധ വിപ്ലവം എന്ന കാരണത്താൽ ആണെങ്കിൽ അതിനെ ഇന്റേണൽ എമർജൻസി എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം, ഇന്റേണൽ എമർജൻസി. ക്ലിയർ ആണല്ലോ, വാർ അഥവാ എക്സ്റ്റേണൽ അഗ്രഷൻ മൂലമാണ് എമർജൻസി പ്രഖ്യാപിച്ചതെങ്കിൽ അത് എക്സ്റ്റേണൽ എമർജൻസി എന്നും, ആംഡ് റിബല്യൻ മൂലമാണ് എമർജൻസി പ്രഖ്യാപിച്ചതെങ്കിൽ അതിനെ ഇന്റേണൽ എമർജൻസി എന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ 3 കാരണങ്ങൾ, ആ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ എമർജൻസിയെ 2 ടൈപ്പായിട്ട് നമുക്ക് വിളിക്കാനും സാധിക്കും. ഇനി നോക്കാം, പ്രസിഡന്റ് ക്യാൻ പ്രൊക്ലൈം നാഷണൽ എമർജൻസി ഓൺലി ആഫ്റ്റർ റിസീവിംഗ് എ റിട്ടൺ റെക്കമെൻഡേഷൻ ഫ്രം ദ ക്യാബിനറ്റ്. അപ്പൊ എന്താണ്, പ്രസിഡന്റ് ആണ് പ്രഖ്യാപിക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി എന്താ, പ്രസിഡന്റ് വെറുതെ അങ്ങ് പ്രഖ്യാപിക്കാൻ പറ്റില്ല. എന്ത് വേണം,
ക്യാബിനറ്റിൽ നിന്നുള്ള ഒരു റിട്ടൺ റെക്കമെൻഡേഷൻ വേണം. എന്താണ്? വെറുതെ റെക്കമെൻഡേഷൻ വേണം, ലിഖിതമായിട്ടുള്ള രൂപത്തിലുള്ള, അല്ലെങ്കിൽ എന്താണ്, ഒരു ലിഖിത റെക്കമെൻഡേഷൻ, ലിഖിത ശുപാർശ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് പ്രഖ്യാപിക്കാൻ കഴിയുകയുള്ളൂ? പ്രസിഡന്റിന് എമർജൻസി പ്രഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്രൂവ്ഡ് ബൈ ദ ബോത്ത് ഹൗസ് ഓഫ് പാർലമെന്റ് വിത്തിൻ 1 month. പിന്നെ എന്താണ്? ഇത് പ്രസിഡന്റ് പാസാക്കിയ ശേഷം 2 ഹൗസസും പാർലമെന്റിന്റെ ഇരുസഭകളും 1 മാസത്തിനുള്ളിൽ ഇത് അംഗീകരിക്കണം. ഇഫ് അപ്രൂവ്ഡ് ബൈ സ്പെഷ്യൽ മെജോറിറ്റി ഇറ്റ് ഷാൽ ബി കണ്ടിന്യൂഡ് ഫോർ 6 months. ഇനി എത്രയാണ്? ഒരു തവണ പാർലമെന്റ് ഇത് അപ്രൂവ് ചെയ്താൽ അതിന്റെ പരമാവധി ദൈർഘ്യം എന്ന് പറയുന്നത് 6 മാസമാണ്. അപ്പോൾ അവിടെ അത് പാസ്സാക്കേണ്ട മെജോറിറ്റി എന്ന് പറയുന്നത് സ്പെഷ്യൽ മെജോറിറ്റിയാണ്. അപ്പോ ഇരുസഭകളും 1 മാസത്തിനുള്ളിൽ അംഗീകരിക്കണം. മെജോറിറ്റി സ്പെഷ്യൽ മെജോറിറ്റിയാണ്. ഒരു തവണ അംഗീകരിക്കുമ്പോൾ ലഭിക്കുന്ന കാലാവധി എന്ന് പറയുന്നത് 6 മാസമാണ്. ക്ലിയർ ആണല്ലോ? 6 മാസം സ്പെഷ്യൽ മെജോറിറ്റി അപ്രൂവ് ചെയ്യേണ്ടത് വിത്തിൻ 1 month ആണ്. Then it can be extended to an indefinite period with the approval of the parliament for every 6 months. എന്താ പറഞ്ഞത്? ഒരു തവണ അവർ അപ്രൂവ് ചെയ്താൽ അതിന് എത്ര തവണ വരെ കാലാവധി കിട്ടും? 6 മാസം. Then എന്താണ്? പിന്നെയും ചെയ്യണമെങ്കിൽ എന്ത് വേണം? അപ്രൂവൽ ഓഫ് ദി പാർലമെന്റ് ഫോർ എവറി 6 months. ഓരോ 6 മാസം കൂടുമ്പോഴും എന്താണ്? ഇത് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഓരോ 6 മാസം കൂടുന്തോറും വീണ്ടും എന്താണ്? ഇതിന് റീ അപ്രൂവൽ കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ റീ അപ്രൂവൽ കൊടുത്തുകൊണ്ട് എത്ര നാളത്തേക്ക് വേണമെങ്കിലും ദേശീയ അടിയന്തരാവസ്ഥ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. അല്ലാതെ ഇത്ര വർഷം മാത്രമാണ് ദേശീയ അടിയന്തരാവസ്ഥ സാധ്യമാകൂ എന്നില്ല. ഒരു പർട്ടിക്കുലർ അപ്രൂവലിൽ 6 മാസമാണ്. അങ്ങനെ ഓരോ 6 മാസം കൂടുമ്പോഴും പുതുക്കി എത്ര നാൾ വേണമെങ്കിലും എന്താണ്? ദേശീയ അടിയന്തരാവസ്ഥ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്ക് പറയാം എന്താണ്? ഇൻഡെഫിനിറ്റ് പീരീഡ് ആണ്. എത്രയാണ്? നമുക്കൊരു നിശ്ചിത കാലാവധി പറയുന്നില്ല. ഇൻഡെഫിനിറ്റ് പീരീഡിലേക്ക് ഇത് കൊണ്ടുപോകാം. പക്ഷെ എന്ത് വേണം? ഓരോ 6 മാസം കൂടുമ്പോഴും വീണ്ടും അതിനെ പുതുക്കിക്കൊണ്ട് ഇരുന്നാൽ മാത്രം മതി. ക്ലിയർ ആണല്ലോ? അപ്പോ പ്രസിഡന്റ് ക്യാൻ പ്രൊക്ലൈം നാഷണൽ എമർജൻസി only after receiving a written recommendation from the cabinet. എന്ത് വേണം? ക്യാബിനറ്റിന്റെ കയ്യിൽ നിന്നൊരു റിട്ടൺ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് പ്രസിഡന്റിന് ഇത് പ്രഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ എന്താണ്? ഇത് 1 മാസത്തിനുള്ളിൽ പാർലമെന്റിന്റെ ഇരുസഭകളും അംഗീകരിക്കണം. അവരത് പാസ്സാക്കുന്നത് സ്പെഷ്യൽ മെജോറിറ്റിയിലാണ്. അങ്ങനെ പാസ്സാക്കുമ്പോൾ അതിന് എത്ര നാളത്തെ കാലാവധിയാണ് കിട്ടുന്നത്? 6 മാസമാണ്. എന്നാൽ നാഷണൽ എമർജൻസിക്ക് എത്രയാ കാലാവധി എന്ന് ചോദിച്ചാലോ? ഇൻഡെഫിനിറ്റ് പീരീഡ് ആണ്. പക്ഷെ എന്താ ചെയ്യേണ്ടത്? ഓരോ 6 മാസം കൂടുന്തോറും വീണ്ടും ഇത് പുതുക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ പുതുക്കി എത്ര നാൾ വേണമെങ്കിലും നാഷണൽ എമർജൻസി എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, ഡ്യൂറിംഗ് നാഷണൽ എമർജൻസി പാർലമെന്റ് ക്യാൻ മേക്ക് ലോസ് ഓൺ എനി സബ്ജക്ട് ഇൻക്ലൂഡഡ് ഇൻ ദ സ്റ്റേറ്റ് ലിസ്റ്റ്. Such laws are valid up to maximum period of 6 months after the expiry of the emergency. എന്താണ്? ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ട ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് നിയമം ഉണ്ടാക്കുവാനുമുള്ള അധികാരം ആർക്ക് ലഭിക്കുകയാണ്? പാർലമെന്റിന് ലഭിക്കുകയാണ്. നമുക്കറിയാം 3 തരത്തിലുള്ള ലിസ്റ്റുകളുണ്ട്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിയമം ഉണ്ടാക്കുന്ന സാധാരണഗതിയിൽ ആരാണ്? സംസ്ഥാന സർക്കാരുകളാണ്. എന്നാൽ ദേശീയ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയത്തിലും നിയമം ഉണ്ടാക്കാൻ ആർക്ക് അധികാരം ലഭിക്കുന്നു? പാർലമെന്റിന് അധികാരം ലഭിക്കുന്നു. കൂടാതെ such laws are valid up to a maximum period of 6 months after the expiry of emergency. എന്താണ്? നമ്മുടെ അടിയന്തരാവസ്ഥ പിൻവലിച്ച് 6 മാസം വരെയാണ് അങ്ങനെ പാസാക്കിയ നിയമങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത്. Then the normal tenure of Lok Sabha and state legislative assemblies may be extended for 1 year at a time by an act of the parliament. കൂടാതെ എന്താണ്? ദേശീയ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തില് ലോക്സഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും കാലാവധിയും എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. എത്ര നാളത്തേക്കാണ്? ഫോർ 1 year at a time. ഒരു തവണ 1 വർഷം എന്ന് പറയുന്ന ഒരു പരിധിയിലേക്ക് എന്താണ്? കാലാവധി എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. എന്താ പറഞ്ഞത്? 1 year എന്നൊരു ടൈം പീരീഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. എന്തിന്റെയൊക്കെ? ലോക്സഭയുടെയും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെയും കാലാവധി may be extended for
1 year at a time by an act of the parliament. പാർലമെന്റിന്റെ നിയമത്തിലൂടെ ലോക്സഭയുടെയും സംസ്ഥാന അസംബ്ലിയുടെയും കാലാവധി 1 വർഷത്തേക്ക് നീട്ടാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ which ലോക്സഭ had its term extended? ഇത്തരത്തില് ടേം എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ട ലോക്സഭ ഏതാണെന്ന് ചോദിച്ചാൽ അത് 5th ലോക്സഭയാണ്. കാലാവധി 1971 തൊട്ട് 77 വരെയായിരുന്നു. കാരണം എന്താണ്? ദേശീയ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ 5ാം ലോക്സഭയുടെ കാലാവധി എന്ത് ചെയ്തു? വർദ്ധിപ്പിച്ചിരുന്നു എന്ന് കൂടി അറിയുക. അപ്പൊ നമ്മളുടെ 2 പോയിന്റ്സ് ആണ് പറഞ്ഞത്. ഒന്ന്, ഈ കാലയളവില് പാർലമെന്റിന് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നിയമങ്ങൾ ഉണ്ടാക്കാം. കൂടാതെ എന്താണ്? ലോക്സഭയുടെയും സംസ്ഥാന നിയമസഭകളുടെയും കാലാവധി 1 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും ആർക്ക് അധികാരമുണ്ട്? പാർലമെന്റിന് അധികാരമുണ്ട്. എപ്പോഴാണ്? നാഷണൽ എമർജൻസി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ. ക്ലിയർ ആണല്ലോ? അപ്പോ നാഷണൽ എമർജൻസിയുമായി ബന്ധപ്പെട്ട് ഈ പോയിന്റ്സ് ഒക്കെ വെരി ഇമ്പോർട്ടന്റ് ആണ്. പലതരത്തിൽ ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. സാധാരണഗതിയിൽ എന്താണ് നമ്മൾ എപ്പോഴും പഠിക്കുന്ന ബേസിക് ആയിട്ട് ആർട്ടിക്കിൾ എത്ര തവണ പ്രഖ്യാപിച്ചു എന്നുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഈ ഫാക്ടുകളൊക്കെ എന്താണ്? അറിഞ്ഞു വെക്കേണ്ടവ തന്നെയാണ്. നെക്സ്റ്റ്, ഡ്യൂറിംഗ് നാഷണൽ എമർജൻസി the president can suspend the fundamental rights of citizens except. എന്താണ്? നാഷണൽ എമർജൻസിയുടെ കാലയളവില് പ്രസിഡന്റിന് മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുവാനുള്ള അധികാരമുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ബാൻ ചെയ്യുവാനുള്ള അധികാരം പ്രസിഡന്റിന് ഉണ്ട്. എപ്പോൾ? നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ. പക്ഷേ 2 മൗലിക അവകാശങ്ങൾ മാത്രം റദ്ദ് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ ഏതൊക്കെയാണ് ആ 2 മൗലിക അവകാശങ്ങൾ എന്ന് കൂടി അറിയുക. ഒന്നാണ് ആർട്ടിക്കിൾ 20. ഇതെന്താണ്? പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഫോർ ഒഫൻസസ്. ഒരു കുറ്റവാളിക്ക് ലഭിക്കുന്ന 3 തരത്തിലുള്ള സംരക്ഷണങ്ങളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 20. കൂടാതെ ആർട്ടിക്കിൾ 21 മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആർട്ടിക്കിൾ ആണ് ഏത്? ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. എന്താണ്? ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. അതാണ് ഏത്? ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത്. ഈ ആർട്ടിക്കിൾ 20ഉം 21ഉം എമർജൻസി പ്രഖ്യാപിച്ചാൽ പോലും രാഷ്ട്രപതിക്ക് റദ്ദാക്കാൻ സാധിക്കില്ല. സാധാരണഗതിയിൽ നമ്മൾ എന്താ പറയാ? മൗലിക അവകാശങ്ങൾ റദ്ദാക്കാൻ പ്രസിഡന്റിന് അധികാരമുണ്ട് നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ. പക്ഷേ അവിടെ 2 മൗലിക അവകാശങ്ങളെ മാത്രം എന്ത് സാഹചര്യമാണെങ്കിലും റദ്ദാക്കാൻ സാധിക്കില്ല. ആ 2 മൗലിക അവകാശങ്ങൾ അഥവാ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ആർട്ടിക്കിൾ 20ഉം ആർട്ടിക്കിൾ 21ഉം. Then 6 freedoms under Article 19 will automatically be suspended. ഇനി എന്താണ്? രാഷ്ട്രപതി പ്രത്യേകം ഇടപെടാതെ തന്നെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ടും റദ്ദാകുന്ന മൗലിക അവകാശം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 19 ആണ്. ഏതാണ്? ഓട്ടോമാറ്റിക് ആയിട്ടും നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചാൽ റദ്ദാകുന്ന മൗലിക അവകാശം ഏത് എന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 19 ആണ്. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഡ്യൂ ടു വാർ ഓർ എക്സ്റ്റേണൽ അഗ്രഷൻ എന്ന് വെച്ചാൽ എന്താണ്? എക്സ്റ്റേണൽ എമർജൻസി കാരണമാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെങ്കിൽ മാത്രമാണ് ഈ ആർട്ടിക്കിൾ 19 ഓട്ടോമാറ്റിക് ആയിട്ടും റദ്ദാവുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 3 കാരണങ്ങളുണ്ട്. കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ 2 ടൈപ്പ് എമർജൻസി ഉണ്ട്. എക്സ്റ്റേണൽ എമർജൻസി ആൻഡ് ഇന്റേണൽ എമർജൻസി. അതിൽ എക്സ്റ്റേണൽ എമർജൻസി കാരണമാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെങ്കിൽ മാത്രമാണ് ആർട്ടിക്കിൾ 19 ഓട്ടോമാറ്റിക് ആയിട്ടും ക്യാൻസൽ ആകുന്നത്. പക്ഷെ എന്താണ്? നോട്ട് ഇൻ ദ കേസ് ഓഫ് ആൻ ഇന്റേണൽ എമർജൻസി എന്ന് വെച്ചാൽ എന്താണ്? ആംഡ് റിബല്യൺ എന്ന് പറയുന്ന കാരണത്താലാണ് എമർജൻസി പ്രഖ്യാപിച്ചതെങ്കിൽ അങ്ങനെയെങ്കിൽ ആ എമർജൻസി ഏതാണ്? അത് ഇന്റേണൽ എമർജൻസി ആണ്. ഇന്റേണൽ എമർജൻസി ആണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ എന്താണ്? ആർട്ടിക്കിൾ 19 റദ്ദ് ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ക്യാൻസൽ ആവുകയില്ല എന്ന് കൂടി അറിയിക്കുക. അപ്പൊ ജനറലി നമുക്ക് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാറ്. ഓട്ടോമാറ്റിക് ആയിട്ടും റദ്ദാകുന്ന മൗലിക അവകാശം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഏത് തന്നെയാണ്? ആർട്ടിക്കിൾ 19 തന്നെയാണ്. അപ്പൊ അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാം. എക്സ്റ്റേണൽ അഗ്രഷൻ അല്ലെങ്കിൽ എക്സ്റ്റേണൽ അഗ്രഷൻ വാർ തുടങ്ങിയ കാരണം കൊണ്ട് പ്രഖ്യാപിക്കുന്ന എക്സ്റ്റേണൽ എമർജൻസി ആണെങ്കിൽ മാത്രമാണ് ആർട്ടിക്കിൾ 19 ഓട്ടോമാറ്റിക് ആയിട്ടും ക്യാൻസൽ ആകുന്നത്. ഇനി ഇന്റേണൽ എമർജൻസി ആംഡ് റിബല്യൻ കാരണമാണ് പ്രഖ്യാപിക്കുന്നതെങ്കിൽ ആർട്ടിക്കിൾ 19 ഓട്ടോമാറ്റിക് ആയിട്ടും റദ്ദാകുന്നില്ല. ഇനി എന്ത് കാരണവുമായിക്കോട്ടെ റദ്ദാകില്ലാത്ത ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 20ഉം ആർട്ടിക്കിൾ 21ഉമാണ്. ക്ലിയർ ആണല്ലോ?
ഇനി നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതലായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഏതൊക്കെയാണ്? ഇന്ത്യയിലെ എത്ര തവണ നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഏതാണ് ദിവസം, ആരാണ് പ്രഖ്യാപിച്ചത്, ആരാണ് പിൻവലിച്ചത്, എന്താണ് കാരണം? ഈ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നോക്കാം. ഫസ്റ്റത്തെ എമർജൻസി 1, ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ. ഇത് പ്രൊക്ലെയിം ചെയ്തത് ഡോക്ടർ രാധാകൃഷ്ണനാണ്. ആരാണ്? ഡോക്ടർ രാധാകൃഷ്ണൻ ആയിരുന്നു ആ സമയത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. 1962 ഒക്ടോബർ 26-നാണ് പ്രഖ്യാപിച്ചത്. എന്താണ്? 1962 ഒക്ടോബർ 26-നാണ്. ആ സമയത്തെ പ്രൈം മിനിസ്റ്റർ നെഹ്റു ആയിരുന്നു. ആരാണ്? നെഹ്റു ആണ് ആ സമയത്തെ പ്രൈം മിനിസ്റ്റർ. പക്ഷെ ഇത് വിഡ്രോൺ ചെയ്തത് അല്ലെങ്കിൽ എന്താണ് പിൻവലിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് സക്കീർ ഹുസൈൻ ആണ്. ആരാണ് ആ സമയത്തെ പ്രസിഡന്റ്? സക്കീർ ഹുസൈൻ ആണ്. ഡേറ്റ് മറക്കാൻ പാടില്ല, 1968 ജനുവരി 10. അപ്പൊ പ്രഖ്യാപിച്ചത് 1962 ഒക്ടോബർ 26 ആണ്. പിൻവലിച്ചത് 1968 ജനുവരി 10 ആണ്. ഡോക്ടർ രാധാകൃഷ്ണൻ പ്രഖ്യാപിച്ചു, സക്കീർ ഹുസൈൻ പിൻവലിച്ചു. ഇനി അറിയേണ്ട എന്താണ്? എന്തായിരുന്നു കാരണം? കാരണം ചൈനീസ് അഗ്രഷൻ ആയിരുന്നു. എന്തായിരുന്നു കാരണം? ചൈനീസ് അഗ്രഷൻ ആയിരുന്നു ഒന്നാം നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുവാനുള്ള കാരണം. കൂടെ ഓർത്തു വെക്കേണ്ട മറ്റൊരു പേരാണ് ഡിഫൻസ് മിനിസ്റ്ററുടെ പേര് എന്ന് പറയുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല, എങ്കിൽ കൂടി അറിഞ്ഞു വെക്കുക. VK കൃഷ്ണമേനോനായിരുന്നു ഒന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്തെ ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതേ ഓർഡറിൽ തന്നെ ഓർത്തു വെക്കുക, കൺഫ്യൂഷൻ ഉണ്ടാവരുത്. നമ്മളെ സെന്റൻസ് ആയിട്ട് ഇത് പഠിക്കാനായിട്ട് എടുക്കുമ്പോൾ എന്താണ്, നമുക്ക് എക്സാം ഹോളിൽ കയറുമ്പോൾ എപ്പോഴും എന്താണ് ഒരു കൺഫ്യൂഷൻ വരുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇത്രയും ഫാക്ടുകൾ മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. ഫസ്റ്റ് എമർജൻസി 1962 ഒക്ടോബർ 26 ഡോക്ടർ രാധാകൃഷ്ണൻ പ്രഖ്യാപിക്കുന്നു. 1968 ജനുവരി 10 പിൻവലിക്കുന്നു, സക്കീർ ഹുസൈൻ ആണ്. ചൈനീസ് അഗ്രഷൻ ആണ് കാരണം. പ്രധാനമന്ത്രി നെഹ്റു ആണ്. ഡിഫൻസ് മിനിസ്റ്റർ VK കൃഷ്ണമേനോൻ. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് എമർജൻസി 2, രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് VV ഗിരിയാണ്. 1971 ഡിസംബർ 3 ആണ്. ഏതാണ്? 1971 ഡിസംബർ 3 പ്രഖ്യാപിച്ചു. ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രി. ആരാണ്? ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രി. ഈ അടിയന്തരാവസ്ഥ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ മൂന്നാമത് മറ്റൊരു ദേശീയ അടിയന്തരാവസ്ഥ കൂടി ഇന്ത്യയിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പൊ ഈ രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥയിലേക്ക് ലയിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ 2ഉം 3ഉം എന്താണ് ഒരുമിച്ചാണ് പിൻവലിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ചതായിട്ട് ഒരു പ്രത്യേക ഡേറ്റ് പഠിക്കാനില്ല. രണ്ടാം ദേശീയ അടിയന്തരാവസ്ഥ മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥയിലേക്ക് ലയിപ്പിക്കുകയാണ് ചെയ്തത്. ശേഷം 2ഉം 3ഉം നാഷണൽ എമർജൻസി ഒരുമിച്ചാണ് പിൻവലിച്ചത്. അതുകൊണ്ട് നമുക്കിവിടെ ഏത് ഡേറ്റ് തന്നെയാണ് പഠിക്കേണ്ടത്? മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ച ഡേറ്റും മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ച പ്രസിഡന്റിന്റെ പേരും തന്നെയാണ് രണ്ടാമത്തതിന്റെ കേസിലും പഠിക്കേണ്ടത്. സോ BD ജെട്ടി 1977 മാർച്ച് 21-നാണ് പിൻവലിച്ചത്. BD ജെട്ടി തന്നെയാണ്. അപ്പോൾ ഏതൊക്കെ? സെക്കൻഡും തേർഡും പിൻവലിച്ചത്. ഡേറ്റും ഏത് തന്നെയാണ്? 1977 മാർച്ച് 21 ആണ്. ഇനി എന്തായിരുന്നു ഇതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ ഇന്ത്യ പാക് വാർ ആണ്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമായിരുന്നു ഇതിന്റെ കാരണം. ആ സമയത്തെ ഡിഫൻസ് മിനിസ്റ്റർ ജഗ്ജീവൻ റാം ആയിരുന്നു. ആരാണ്? ജഗ്ജീവൻ റാം ആണ്. ക്ലിയർ ആണല്ലോ? എമർജൻസി 2 VV ഗിരി പ്രഖ്യാപിക്കുന്നു. 1971 ഡിസംബർ 3-നാണ്. പിൻവലിച്ചത് മൂന്നാമത്തെ എമർജൻസിയോടൊപ്പമാണ്. BD ജെട്ടിയാണ് പ്രസിഡന്റ്. 1977 മാർച്ച് 21 ആണ്. കാരണം പ്രത്യേകം ഓർക്കുക, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമാണ്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ഡിഫൻസ് മിനിസ്റ്റർ ജഗ്ജീവൻ റാം. ഏതാണ്? തേർഡ് എമർജൻസി ആണ് വരുന്നത്. ഇത് പ്രഖ്യാപിക്കുന്നത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. 1975 ജൂൺ 25-നാണ്. എന്നാണ് 1975 ജൂൺ 25-നാണ് പ്രഖ്യാപിക്കുന്നത്. ഓൾറെഡി പറഞ്ഞു എന്താണ് സെക്കൻഡ് തേർഡിലേക്ക് മെർജ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോ തേർഡ് പിൻവലിച്ചത് എന്ന് തന്നെയാണ് BD ജെട്ടിയാണ്. സെയിം ഡേറ്റ് ആണ് 1977 മാർച്ച് 21. അന്ന് സെക്കൻഡും തേർഡും ഒരുമിച്ചാണ് വിഡ്രോൺ ചെയ്യുന്നത്. ഇനി ആ സമയത്തെ പ്രൈം മിനിസ്റ്ററും ആര് തന്നെയാണ്? ഇന്ദിരാ ഗാന്ധിയാണ്. ഇനി എന്തായിരുന്നു കാരണം എന്ന് ചോദിച്ചാൽ ഇന്റേണൽ ഡിസ്റ്റർബൻസ് ആണ്. അല്ലെങ്കിൽ എന്താണ് ഇന്ത്യക്കുള്ളിലെ പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു അതിന് കാരണം. ആ സമയത്തെ ഡിഫൻസ് മിനിസ്റ്റർ സർദാർ സ്വരൺ സിംഗ് ആണ്. ആരാണ്?
സർദാർ സ്വരൺ സിംഗ് ആണ് ഡിഫൻസ് മിനിസ്റ്റർ. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യം ഇതേ ഓർഡറിൽ തന്നെ ഓർത്തു വെച്ചാൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അവിടുന്ന് എന്ത് ടൈപ്പ് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ ഫസ്റ്റ് എമർജൻസി, അപ്പൊ ഇന്ത്യയിലാകെ 3 തവണയാണ് എമർജൻസി പ്രഖ്യാപിച്ചത്, നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചത്. 1, 2 and 3. ഫസ്റ്റത്തത് ഡോക്ടർ രാധാകൃഷ്ണൻ പിൻവലിച്ചത് സക്കീർ ഹുസൈൻ ആണ്, കാരണം ചൈനീസ് അഗ്രഷൻ ആണ്. സെക്കൻഡ് വി ഗിരി പ്രഖ്യാപിക്കുന്നു. തേർഡിനോടൊപ്പം BD ജെട്ടി പിൻവലിക്കുന്നു. ഇന്ത്യ പാകിസ്ഥാൻ വാർ ആണ് കാരണം. മൂന്നാമത്തത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് പ്രഖ്യാപിക്കുന്നത്. BD ജെട്ടി തന്നെയാണ് പിൻവലിക്കുന്നത്, കാരണം ഇന്റേണൽ ഡിസ്റ്റർബൻസ് ആണ്. അപ്പൊ ഓർക്ക, ഒന്നാമത്തെ സമയത്ത് മാത്രം പ്രധാനമന്ത്രി നെഹ്റു ആണ്. 2ഉം 3ഉം ആ കാലഘട്ടത്തിൽ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. അപ്പോ കാരണങ്ങളും ആ ഓർഡറിൽ തന്നെ ഓർത്താൽ മതി. ചൈനീസ് അഗ്രഷൻ, ഇന്ത്യ പാകിസ്ഥാൻ വാർ, ദെൻ എന്താണ്? ഇന്റേണൽ ഡിസ്റ്റർബൻസ്. ജസ്റ്റ് ആ ഓർഡറിൽ ആ കാര്യങ്ങളൊന്നും മനസ്സിലേക്ക് കൊണ്ടുവരിക. ദെൻ ഡിഫൻസ് മിനിസ്റ്റേഴ്സ് VK കൃഷ്ണമേനോൻ, ജഗ്ജീവൻ റാം, ദെൻ ആരാണ്? സർദാർ സ്വരൺ സിംഗ്. VK കൃഷ്ണമേനോൻ, ജഗ്ജീവൻ റാം, സർദാർ സ്വരൺ സിംഗ്. ഈ 3 പേരുകളും ഒന്ന് ഓർഡറിൽ മനസ്സിലേക്ക് വെക്കാം. ഓർഡറിൽ ഓർത്താൽ മതി 1, 2 and 3. ദെൻ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഡേറ്റ്സ് ആണ്, അത് മാത്രം റിപ്പീറ്റഡ് ആയിട്ട് തന്നെ പറഞ്ഞു പഠിക്കാം. 1962 October 26, 1968 January 10 ആണ്. ദെൻ സെക്കൻഡ് 1971 December 3 ആണ്. 1977 March 21 പിൻവലിച്ചത്. വീണ്ടും പറയുന്നു, സെക്കൻഡും തേർഡും ഒരുമിച്ചാണ് പിൻവലിച്ചത്. അപ്പൊ ഇവിടെ എന്താണ്? ആകെ ഒരു ഡേറ്റ് ആണ് ബൈഹേർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ദെൻ തേർഡ് പ്രഖ്യാപിച്ച ഡേറ്റ് മറക്കാൻ പാടില്ല. 1975 June 25 ആണ്. 1975 June 25. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നാഷണൽ എമർജൻസിയുമായി ബന്ധപ്പെട്ട് അറിയേണ്ട ഫാക്ടുകൾ എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായി പഠിച്ചിട്ട് പോയാൽ ഈ ഭാഗത്ത് നിന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങളും എന്താണ്? സിമ്പിൾ ആയി തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. എപ്പോഴും അവിടെ നിന്നും ഇവിടുന്നും ഒക്കെ എന്തെങ്കിലുമൊക്കെ വായിച്ചിട്ട് പോകുമ്പോഴാണ് നമുക്ക് എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ നാഷണൽ എമർജൻസിയുമായി ബന്ധപ്പെട്ട് ഇനി ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Download the Romus Learning app